ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സാന്ത്വനം എന്ന് പറഞ്ഞ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സാധനം. ഇന്നത്തെ എപ്പിസോഡിന് വളരെയധികം വേദനാജനകമാട്ടോ. കാരണം സാധനം ക്ലൈമാക്സോട്ട് എടുത്തിരിക്കുകയാണ്. ഇനി വെറും 3 ദിവസം മാത്രം ബാക്കി നിൽക്കുകയുള്ള ഏറ്റവും പുതിയ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഹൃദയസ്പർശിയായിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയം ഞുറങ്ങുന്ന കുറച്ച് നിമിഷങ്ങൾ തന്നെയാട്ടോ. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദേവൂട്ടിയാണെങ്കിൽ നമ്മുടെ മമ്മിയെ അച്ഛനെ അമ്മയെ അന്വേഷിച്ച് നമ്മുടെ അപ്പൂവിൻ്റെ അടുത്ത് വന്നു കരയോ കേട്ടോ. അപ്പൂനാണെങ്കിൽ ഒരു ഉത്തരവും പറയുന്നില്ല. രാവിലെ അമ്പലത്തിൽ പോയ അച്ഛനും അമ്മയും എന്താ മമ്മി ഇതുവരെ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ വരും, ദേവൂട്ടി കിടന്നെന്ന് പറയുമ്പോൾ ഞാനിന്ന് അവരുടെ കൂടെ കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു. അപ്പം നമ്മുടെ അപ്പു സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സമയത്താട്ടോ നമ്മുടെ ഹരി അങ്ങോട്ട് വരുന്നത്. ഹരി അങ്ങോട്ട് വരുമ്പോഴും ചോദിക്കുന്നുണ്ട്, പപ്പ അച്ഛനും അമ്മയും വന്നെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ മോളും അവർ വന്നോളെന്ന് പറഞ്ഞ് നമ്മുടെ ദേവൂട്ടി ആശ്വസിപ്പിക്കായിരുന്നു. ഈ ഒരു സമയത്താണ് ദേവൂട്ടി പറയുന്നത്, അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ ഞാനിന്ന് അവരുടെ കൂടെ കിടക്കത്തുള്ളൂ കേട്ടോ മമ്മി എന്ന് പറയുമ്പോൾ അപ്പു സമ്മതിക്കായിരുന്നു. അപ്പം ആ മമ്മി എന്നെ അതിന് വഴക്ക് പറയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ദേവൂട്ടി ഇപ്പം എൻ്റെ മടി കിടന്നുറങ്ങിക്കുമെന്ന് പറഞ്ഞ് ദേവൂട്ടി ഉറക്കോട്ടെ. എന്നിട്ടാണെങ്കിൽ അപ്പു ആണെങ്കിൽ ഹരിയോട് ചോദിക്കുമോ, ഹരി എന്തായി തീരുമാനം, അവരെ അന്വേഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തെന്ന് ചോദിക്കുന്നുണ്ട്. നാളെ ഒരു ദിവസം ഇവിടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കാനാണ് ശിവൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നൊരു അപ്പു ഹരിയോടായിട്ട് ചോദിക്കുക. അപ്പം ഹരി പറയുന്നുണ്ട്, ഇനിയും ദേഷ്യപ്പെട്ടിട്ടും അല്ലെങ്കിൽ പരസ്പരം വഴക്കൂടിയിട്ടൊക്കെ എന്താ അപ്പു കാര്യം, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറയാറില്ല. അതുപോലെ നമ്മുടെ 2 കണ്ണുകളെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞ് വിഷമിക്കോട്ടെ. രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച അപ്പുവാണ് പൊട്ടിക്കാരിഞ്ഞ് വിട്ടിക്കുക. കാരണം കുറ്റബോധം അത്രയ്ക്കുണ്ടൊരു അപ്പുവിന്. നമ്മുടെ വഴികളും നമ്മുടെ വെളിച്ചമൊക്കെ നേരായ വഴിക്ക് നമ്മളെ നടത്തിക്കൊണ്ടിരുന്ന കണ്ണുകളെ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ട് പോയിരിക്കാൻ. നമുക്കിപ്പോൾ വെളിച്ചമില്ല, നമ്മൾ ഇരുട്ടിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ഹരിയാണ് ഫിലോസഫിയൊക്കെ അപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് കരയും കേട്ടോ. അപ്പൂനാണെങ്കിൽ ഈ ഒരു സമയത്തൊന്നും മിണ്ടാൻ പോലും ആകാതിരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ അപ്പു ഹരിയോടായിട്ട് പറയുകയാണ്, അഞ്ചു എന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഇപ്പം, അതായത് ദേവൂട്ടി ഇപ്പം പിടിക്കുന്ന വാശി, അതായത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കണം അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ അമ്മ തന്നെ എന്താ ചെയ്യണം എന്നുള്ള വാശിക്ക് കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞായിരുന്നു. എനിക്കിപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു ഹരി എന്ന് പറയുമ്പോൾ ഹരിയും പറയുന്നുണ്ട്, അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ അപ്പു. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ കണ്ണന് വാരിക്കൊടുക്കുമ്പോൾ എനിക്കും ശിവനും വാരിത്തരണം എന്ന് പറഞ്ഞ് ഞങ്ങളും വാശി പിടിക്കായിരുന്നു. അപ്പം ദേവിയെടുത്താണെങ്കിൽ ഞങ്ങൾക്കും വാരിത്തരുമായിരുന്നു. ആ ഒരു സമയത്ത് അതൊക്കെ അമ്മ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമായിരുന്നു. കാരണം നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് പിടിവാശികളുണ്ടായിരിക്കും, പക്ഷെ അത് വളർന്നു കഴിയുമ്പോൾ നമുക്ക് അതുപോലെ കാണണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പ്രായത്തിലുള്ള പിള്ളേരെ ഒന്നും വിഷമിപ്പിക്കാൻ പാടില്ല, അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ലെന്ന് പറഞ്ഞ് ഹരിയാണെങ്കിൽ നമ്മുടെ അപ്പൂനോർത്ത് ഉപദേശമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കാണാൻ സാധിക്കുക ശിവനും അഞ്ചു കേട്ടോ. ശിവനാണെങ്കിൽ അഞ്ജുവിനോട് പറയാണ്, നീ എത്രയും നല്ലൊരു നീ ഭാരതൻ്റെ ദേവിയടത്തിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് വന്ന് പറയാണ്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനെന്ന് പറയുകയാണ് ശിവൻ. അപ്പോൾ അഞ്ചു ചോദിച്ചിട്ട് ഇപ്പോഴേ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇനി നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല അഞ്ചു, അവരുടെ കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അന്വേഷിച്ച് എവിടെയെങ്കിലും ഒരു കണ്ടെത്തുമെന്ന് പറയുകയാണ്. അപ്പോൾ അഞ്ചു ചോദിക്കേണ്ടത് നമ്മുടെ ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് വരട്ടെന്ന് ചോദിക്കുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ വേണ്ട, നമ്മുടെ എല്ലാവരുടെയും നമ്മളെല്ലാവരും നിൽക്കുന്ന നല്ലത് ദേവിയുടെ ഭാരതൻ്റെ ദേവിയെടുത്തി മാത്രമായിട്ടുള്ള ഫോട്ടോ മതി എന്ന് പറഞ്ഞ് നീ ഒന്ന് പോയി അകത്ത് പോയി തപ്പെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയായിരുന്നു അഞ്ജുവിനെ ശിവൻ. ഈ ഒരു സമയത്താണ് അപ്പു ഇറങ്ങിയത്. അപ്പുവിനോട് അന്തരം അഞ്ചു പറയുന്നുണ്ട്, ശിവേട്ടനാണെങ്കിൽ എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഭാരതൻ്റെ ദേവിയെടുത്തിലെ നല്ലൊരു ഫോട്ടോ ഞാൻ നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ അഞ്ചു അങ്ങോട്ട് പോവാണ്. അപ്പോൾ അപ്പുവും പറയുന്നുണ്ട് ഞാനും വരാമെന്ന് പറഞ്ഞ് അപ്പും നമ്മുടെ അഞ്ചും കൂടെ പോയി ബാലേട്ടനെ ദേവിയെടുത്ത റൂമിൽ പോയി പരിശോധിക്കുക കേട്ടോ. അപ്പം ആ അലമാര തുറക്കുമ്പോൾ തന്നെ നമ്മുടെ അഞ്ചുവിനാകെ വിഷമമാവുകയാണ്. കാരണം നെട്ടറോടെയാണ് കാണുന്നത്. അവരൊരു ഡ്രസ്സും എടുത്തിട്ടില്ല, ഉടുത്തുകൊണ്ട് പോയ ഡ്രസ്സ് മാത്രം അവർ കൊണ്ടുപോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയാണ് അലമാര തുറക്കുമ്പോൾ. അപ്പം നമ്മുടെ അഞ്ചുവിനോട് പറയാണ്, ഇവർ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യുന്നു പറയുമ്പോൾ നമ്മുടെ അപ്പു പറയുകയാണ് അഞ്ചുവിനായിട്ട്, ഇനി ജയന്തി അടുത്ത് പറഞ്ഞതുപോലെ തന്നെ അവരെന്നെ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് പോയെന്ന് പറഞ്ഞിട്ട്, അതായത് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ജീവൻ തന്നെ അവർ ഉപേക്ഷിക്കുമെന്നുള്ള ജയന്തിയെടുത്ത് പറഞ്ഞവരുടെ ഒരു പേടിയെന്നും ഇവിടെ അപ്പു വന്നിട്ട് പറയണം. അങ്ങനെയൊന്നും പറയരുത് അപ്പു, ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുക, അങ്ങനെയൊന്നും വരത്തില്ല, ഭരതനും ദിവ്യനും തിരിച്ചു വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞ് അഞ്ചു പിന്നെ മറ്റേ ഫോട്ടോയ്ക്ക് വേണ്ടി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കട്ടോ. അപ്പോഴാണ് ഒരു ബാഗ് കിട്ടിയത്. ബാഗിനകത്താണെങ്കിൽ കുറേ പേപ്പർ കാണുമ്പോൾ അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ അഞ്ച് കാണുന്നത് നമ്മുടെ ദേവൂട്ടിയുടെ സ്കൂളിലേക്കുള്ള 1 വർഷത്തെ ഫീസും ട്യൂഷൻ ഫീസും എല്ലാം അടച്ചതിൻ്റെ റെസിപ്റ്റാണോ. ഇത് കണ്ടിട്ടാണ് അപ്പുവിന് ഭയങ്കരമായിട്ട് വിഷമം കേട്ടോ. പിന്നെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ശിവൻ്റെ പേരിലുള്ള സേവിങ് അക്കൗണ്ട് 5 കാണുന്നുണ്ട്. പിന്നെ അപ്പു പറയുന്നുണ്ട് ഇത് ഹരിയുടെ പേരിലാണെങ്കിൽ എടുത്തിട്ടുള്ള ഇൻഷുറൻസ് ആണ്, ഇത് ഫാമിലിയുടെ എല്ലാവരുടെയും പേരിൽ എടുത്തിട്ടുള്ള ഇൻഷുറൻസ് ആണ്, നമ്മളെക്കുറിച്ച് ഇത്രയും കരുതലുള്ള അവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടോ അഞ്ചു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയായിരുന്നു നമ്മുടെ അപ്പു. എന്നിട്ടാണ് നമ്മുടെ അപ്പുവാണ് ഭാരതൻ്റെ ദേവിയെടുത്തിനെ ഫോട്ടോ നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാട്ടോ, ഭാരത ദേവിയെടുത്തി ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിച്ചെന്ന് അറിയാതെയാണല്ലോ ഞാൻ നിങ്ങളെ ഇത്രമാത്രം കുറ്റപ്പെടുത്തിയത്, ഇത്രമാത്രം മനസ്സ് നോക്കുന്ന രീതിയിൽ ഞാൻ ഓരോന്നും
ഓരോന്നും പറഞ്ഞത്. എനിക്കൊന്ന് ശരിക്കും നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ പൊട്ടിക്കരയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തോമസ് വക്കീൽ അങ്ങോട്ട് വരുന്നത്. തോമസ് വക്കീലിൻ്റെ വരവ് കണ്ടിട്ട് ആ ശിവനും ഹരിക്കും കണ്ണിനൊന്നും മനസ്സിലാകാൻ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ബാലൻ കഴിഞ്ഞ ദിവസം എന്നോട് ഇവിടുത്തെ അതായത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ ബാലനും ദേവിയും കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നോട് ചോദിച്ചായിരുന്നു എന്നത്തേന് ഇതിനെ രജിസ്റ്റർ ആക്കി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 5-10 ദിവസം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ കുറച്ച് നേരത്തെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴേ ഞാൻ വന്നതെന്ന് പറയുകയാണ് തോമസ് വക്കീൽ. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് എന്ത് രജിസ്റ്റർ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നത് എന്തെന്ന് ഹരിയും പറയുമ്പോൾ നമ്മുടെ തോമസ് വക്കീൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളോട് ബാലനും ദേവി ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയും ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല തോമസ് വക്കീൽ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വക്കീൽ പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ഹരി പറയും എന്നാൽ വക്കീൽ അകത്തോട്ട് വരിക്കുന്നു പറയുമ്പോൾ അവിടെ വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ വക്കീൽ നോക്കുമ്പോൾ നിങ്ങളെന്താ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ ശിവൻ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് ഭരതനും ദേവിയെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നും ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെന്നും. അപ്പം നമ്മുടെ വക്കീൽ കത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് പോലീസിൽ പരാതി കൊടുക്കത്തില്ലെന്ന് നിൽക്കുമ്പോൾ ഞാൻ കൊടുക്കാൻ ഇറങ്ങുന്ന സമയത്തായിരുന്നു വക്കീൽ വന്നതെന്ന് പറയണം. അപ്പോൾ തോമസ് വക്കീൽ പറയണം അപ്പോൾ അത് ഇവർ പെട്ടെന്ന് എടുത്ത് തീരുമാനമൊന്നുമില്ല, ഇത് ഇവർ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അന്ന് അവർ ഒന്ന് ഇത്രയും തിരക്കപ്പെട്ട് ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ കാര്യമൊക്കെയുണ്ട്. എന്തിനായിരുന്നു ബാലേട്ടനും ദേവിയെടുത്ത് അങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ രശ്മിയമ്മ നിങ്ങളുടെ 4 പേരുടെയും പേരിലാണല്ലോ സ്വാതന്ത്ര്യം വക കുടുംബസ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്, എന്നാൽ അത് ബാലൻ്റെ പേര് മാറ്റിയിട്ട് ശിവൻ്റെ ഹരിയുടെയും കണ്ണൻ്റെ പേര് തൻ്റെ സ്വത്ത് ഇഷ്ടദാനമായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് അവർ വന്നത്. ഇപ്പോൾ അതുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കുറച്ച് ദിവസം താമസം എടുക്കും രജിസ്റ്റർ ആയി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, അത് ബാലന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് നമ്മുടെ വക്കീൽ. എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ കത്തും ഈ ഫോട്ടോയും അടക്കം എത്രയും പെട്ടെന്ന് പോലീസിൽ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നം ഇനിയും വഷളാകും എന്ന് പറഞ്ഞ് അവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ശിവൻ നമ്മുടെ പോലീസ് സ്റ്റേഷനോട്ട് എത്തുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയുന്നുണ്ട് സാറേ എൻ്റെ ഏട്ടനും ഏട്ടത്തിയും മിസ്സിങ് ആയെന്ന് പറയുന്നുണ്ട്. ഏട്ടനും ഏട്ടത്തി എന്ന് പറയുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മൂത്ത ബ്രദറും, ഞങ്ങൾ 4 ബ്രദേഴ്സാണ്, അതിനകത്ത് എൻ്റെ ഏറ്റവും മൂത്ത ബ്രദറും ബ്രദറിൻ്റെ വൈഫുമാണ് മിസ്സിങ് ആയിരിക്കുന്നതെന്ന് പറയുകയാണ്. ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് പറയുന്നത്. അങ്ങനെ ആ കത്ത് നമ്മുടെ ശിവനാണ് എസ് ഐയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അത് വായിച്ചതിന് ശേഷം എസ് ഐ ചോദിക്കുകയാണ് ഇത് കുടുംബ പ്രശ്നം കാരണം പോയതാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് ആ ചെറിയ കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു സാറേ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് താനൊരു പെറ്റീഷൻ ആ റൈറ്റർ എടുത്ത് എഴുതി കൊടുത്തിട്ട് ബുക്കാൻ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്ന് പറയണം. ഉടൻ തന്നെ ശിവൻ അങ്ങനെ എഴുതി കൊടുത്തിട്ട് നേരെ സൗന്ദര്യം വീട്ടിലോട്ട് തിരികെ പോരുവാണ് കേട്ടോ. അപ്പോൾ സൗന്ദര്യത്തിലാണ് നമ്മുടെ കണ്ണനും ഹരിയും അഞ്ചും അപ്പും ഒക്കെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറയുകയാണ് 10 ദിവസത്തേക്കാൾ നീ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ പൈസ തരാമെന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ 3 പേരുടെയും പേര് എഴുതി വെച്ച് തീരുമാനിച്ചിട്ട് തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഹരിയും പറയുന്നുണ്ട് അപ്പം തോമസ് വക്കീലുമായിട്ട് എല്ലാം തന്നെ നേരത്തെ തീരുമാനിച്ചിട്ടായിരിക്കും. അപ്പം ദേവിയെടുത്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ കാര്യത്തിൽ തന്നെ കൂട്ടുന്നത്. അപ്പോൾ അവർ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞ് അവരെ വിഷമിച്ചിരിക്കുക. ആ ഒരു സമയത്താണ് നമ്മുടെ ദേവുട്ടി അങ്ങോട്ട് വരുന്നത്. ദേവുട്ടിയുടെ പാവക്കുട്ടിയായി അമ്മുക്കുട്ടീനെ എടുത്തിട്ടാണ് വരുന്നത്. എന്നിട്ട് അപ്പുവിനോട് പറയുന്നുണ്ട് മമ്മി ഞാൻ എൻ്റെ അമ്മുക്കുട്ടിയെ എടുത്തോട്ടെ, എൻ്റെ അമ്മുക്കുട്ടീനെ ഇനി മമ്മി വലിച്ചെറിയത്തില്ലോ എന്ന് ചോദിക്കുമ്പോൾ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇനി മോളുടെ അമ്മുക്കുട്ടീനെ അമ്മ വലിച്ചെറിയും, മമ്മി വലിച്ചെറിയെന്ന് അറിയത്തില്ലെന്ന് പറയുകയാണ് ദേവുട്ടിയോട്. അപ്പോഴാണ് നമ്മുടെ അഞ്ചു ആണെങ്കിൽ എല്ലാവർക്കുള്ള ചായയൊക്കെ ആയിട്ട് വരുന്നത്. എന്നിട്ട് അഞ്ചു പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ ദേവേട്ടനും ബാലനും എന്താണെന്ന് തിരിച്ചൊരു ശിവേട്ടനും ഇപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ലേ, നിങ്ങളെല്ലാവരും ഇങ്ങനെ തളർന്നിരിക്കാതെന്ന് പറഞ്ഞ് നമ്മുടെ ഹരിക്കും അഞ്ജുവിനൊക്കെ ചായ കൊണ്ട് കൊടുക്കുമല്ലോ. എന്നിട്ട് കണ്ണോട് പറയുന്നുണ്ട് കണ്ണ നീ ഇത് കുടിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് കണ്ണൻ അവിടെ വെച്ചോളാൻ പറയണം. ഈ ഒരു സമയത്ത് ദേവുട്ടിക്ക് ഞാൻ പാൽ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ദേവുട്ടിനെയും കൊണ്ട് അഞ്ചു അകത്തോട്ട് പോകുമ്പോൾ അപ്പു എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അഞ്ചു പറഞ്ഞത് ശരിയാണ്, അവരുടെ നന്മ തിരിച്ചറിയാൻ എനിക്കായതല്ലോ, ഞാനെല്ലാം അവരെ കുറ്റപ്പെടുത്തുകയാണല്ലോ ചെയ്തത്, ഇനിയിപ്പോൾ പശ്ചാത്തപിച്ചിട്ട് എന്ത് കാര്യം, ഇനി ആകെ ചെയ്യാൻ പറ്റുന്ന പശ്ചാത്തപിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മാത്രമേ ഉള്ളൂ, തളർന്നിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അഞ്ചിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഹരിക്ക് ശിവൻ്റെ ഫോൺ വരുന്നത്. എന്നിട്ട് ഹരി ശിവനോട് ചോദിക്കുന്നുണ്ട് എടാ നീ എല്ലാം കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ഫോട്ടോ കൊടുത്തിട്ട് എനിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ഹരിയേട്ട എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ അപ്പു വന്ന് ഹരിയോട് ചോദിക്കുന്നുണ്ട് ഹരിയേട്ട ഇന്ന് കട തുറക്കുന്നുണ്ടോന്ന്. കട തുറക്കാതിരിക്കാൻ പറ്റിയാലോ, കട എന്നെ ഏൽപ്പിച്ചിട്ടാണ് ബാലേട്ടൻ പോയിരിക്കുന്നത്. അതുമാത്രമല്ല റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഓർഡർ ഡെലിവറി ചെയ്യണം, എന്താണെങ്കിലും കട തുറന്നേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ബാലേട്ടൻ എന്നെ ആ ഒരു ചെയറിൽ പിടിച്ചിരുത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും കരുതിയില്ല, കടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൊടിയടിച്ച് തുമ്മല, അതുകൊണ്ട് കുറച്ച് ദിവസത്തേന് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകും, നീ ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞ് ബാലേട്ടൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് എന്നെ പിടിച്ച് അവിടെ ഇരുത്തുകയാണല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയായിരുന്നു കേട്ടോ നമ്മുടെ ഹരി. അപ്പോഴാണ് അപ്പോൾ ഹരിക്ക് ഒരു ഉന്മേഷം കൊടുക്കുന്നത്, അതായത് ഉണർവൊക്കെ കൊടുക്കുക. നീ ഇങ്ങനെ തളർന്നിരുന്നാൽ എങ്ങനെയാണ് ഹരി, നീ എൻ്റെ ഇപ്പോൾ എടുത്ത മൂത്ത കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയുമ്പോൾ മനസ്സിന് പഴയ പോലെ ധൈര്യമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ
അവരായിരുന്നു ബാലേട്ടനായിരുന്നു ഞങ്ങളുടെ ശക്തി, ബാലേട്ടനില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയണം. അപ്പോൾ നമ്മുടെ അപ്പു പറയുന്നത് നിനക്ക് കുറുപ്പമ്മാവനെ ഒന്ന് വിളിച്ച് നോക്കത്തില്ല, ഇനി എങ്ങാനും ഒരു പത്തനംതിട്ടയിലോട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഹരി നേരെ കുറുപ്പമ്മാവനെ വിളിക്കട്ടെ. അപ്പോൾ അതില്ലാതെ ഹരി വിളിക്കുന്ന കാണുമ്പോഴേ കുറുപ്പമ്മാവൻ ചോദിക്കണം എന്ത് പറ്റി ഹരി ഇപ്പം നീ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ ബാലേട്ടനും ദേവിയെടുത്തെങ്ങാനും തറവാട്ടിലോട്ടെങ്ങാനും വന്നിട്ടുണ്ടെന്ന് കുറുപ്പമ്മാവൻ ചോദിക്കുകയാണ് നമ്മുടെ ഹരി. അപ്പോൾ കുറുപ്പമ്മാവൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഹരി അങ്ങനെ ചോദിച്ചേ, അതിന് അവിടെ പറയാതെയാണ് അവർ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുറച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുറുപ്പമ്മാവൻ ചോദിക്കും. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറുപ്പമ്മാവ, അവരിപ്പോൾ ഇവിടുന്ന് പോയതല്ല, അവർ പോയ കാര്യങ്ങൾ തൊട്ട് ഓരോന്നായിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഹരി കുറുപ്പമ്മാവൻ്റെ അടുത്ത് വിവരിച്ചു കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഹരി പറയാം കേട്ടോ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് ആരും ഒന്നും ചെയ്തതല്ല, പക്ഷേ രണ്ടുപേരും ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് 2 ദിവസത്തെ മേടെയായി, രണ്ടുപേരും ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, ഡ്രസ്സുകളൊന്നും കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് തന്നെ വല്ലാതെ വിഷമമാകുന്നു, എനിക്ക് പേടിയാകുന്നു കുറുപ്പമ്മാവെന്ന് പറഞ്ഞ് ഹരി നമ്മുടെ കുറുപ്പമ്മനോട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കുറുപ്പമ്മാവൻ പറയുക ഇങ്ങോട്ട് വന്നിട്ടില്ല ഹരി, എന്തായാലും ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞ് കുറുപ്പമ്മാവൻ ഫോൺ കട്ട് ചെയ്യാൻ. അതായത് അപ്പു ചോദിക്കേണ്ട എന്തായി ഹരി അവിടെ എത്തിയോന്ന് ചോദിക്കുമ്പോൾ അവിടെ എത്തിയിട്ടില്ലെന്നാണ് കുറുപ്പമ്മാവൻ പറഞ്ഞെന്ന് പറയാൻ നമ്മുടെ ഹരി. അപ്പോഴാണ് നമ്മുടെ ദേവൂട്ടിയാണെങ്കിൽ അപ്പുവിൻ്റെ അടുത്ത് വീണ്ടും വന്ന് ചോദിക്കുകയാണ് അമ്മ അച്ഛൻ എന്താ മമ്മി വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ അമ്പലത്തിൽ പോയതല്ലേ ദേവൂട്ടി വരൂ എന്ന് പറയുമ്പോൾ അത്താഴം കഴിക്കാറായല്ലോ, ഞാനാണെങ്കിൽ അമ്മയുടെ കൂടെ ഇരുന്ന് മാത്രമേ അത്താഴം കഴിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവർ അമ്പലത്തിൽ പോയതല്ലേ, അമ്പലത്തിൽ നിന്ന് അത്താഴ പൂജയൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അവർക്കുള്ള അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ അതൊന്നും പറ്റത്തില്ല, അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയാം, ദേവൂട്ടിക്ക് അപ്പു ഇരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഫോൺ വിളിച്ച് പറയാമെന്നൊക്കെ നമ്മുടെ ദേവൂട്ടി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അപ്പു പറയുന്നുണ്ട് അവർ ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ല ദേവൂട്ടി എന്ന് പറയുമ്പോൾ അതെന്താ ഫോൺ കൊണ്ടുപോകാത്ത, അത് അമ്പലത്തിൽ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല എന്ന് അറിയത്തില്ല എന്ന് ചോദിച്ച് നമ്മുടെ ദേവൂട്ടിയോട് അപ്പു പറയുമ്പോൾ ആ ദേവൂട്ടി പൊട്ടിക്കറിയട്ടെ എനിക്കിപ്പോൾ അമ്മയച്ഛനെ കാണണമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹരി അങ്ങോട്ട് വരികയാണ് എന്താ മോളെ കരയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പുവാണ് ചാടിക്കയറി പറയുന്നുണ്ട്, അതായത് ദേവൂട്ടിക്ക് മനസ്സിലായിരിക്കാൻ വേണ്ടി അമ്മയും അച്ഛനും ഫോൺ കൊണ്ടുപോകാതെ അമ്പലത്തിൽ പോയിക്കുന്നത്, അമ്പലത്തിൽ ഫോണൊക്കെ കൊണ്ടുപോകുന്ന ചോദിക്കുമ്പോൾ അതേ ദേവൂട്ടി അവരൊരു ദൂരെയുള്ളൊരു അമ്പലത്തിലാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് ഫോണൊന്നും കൊണ്ടുവരാതെ നമ്മൾ പോകുന്ന അമ്പലത്തിലല്ല അവർ പോയിരിക്കുന്നത്, ഇനി അവർ വന്നില്ലെങ്കിൽ തന്നെ അച്ഛൻ പോയി അവരെ കൊണ്ടുവരില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവൂട്ടിയും പറയുന്നുണ്ട്. അങ്ങനെയാണ് ദേവൂട്ടിയും വരുമെന്ന് പറഞ്ഞ് അങ്ങനെ വാശി പിടിച്ച് അല്ലെങ്കിൽ പൊട്ടിക്കരയുന്ന ദേവൂട്ടിയായിട്ട് കാണാൻ സാധിക്കുക. ഈ സമയത്ത് സൗന്ദര്യത്തിൽ എല്ലാവരും സങ്കടാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. എന്തൊക്കെയാണ് 3 ദിവസം മാത്രം ബാക്കി നിൽക്കുക, ഇനിയുള്ള എപ്പിസോഡുകൾ കാണാൻ വേണ്ടി പ്രേക്ഷകരും വെയിറ്റിംഗാണ്. എന്തൊക്കെയാണ് ഹൃദയസ്പർശിയായിട്ടുള്ള ഏത് രീതിയിൽ ഈ ഒരു സീരിയൽ അവസാനിക്കുന്ന അറിയാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. ഒരു ദുരന്തത്തിൽ അവസാനിക്കുക അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള പഴയ ഒരു സൗന്ദര്യത്തിൽ തന്നെ വീണ്ടും സൗന്ദര്യം ഒരുമിച്ച് ഈ ഒരു സീരിയൽ അവസാനിക്കുന്ന നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാണാം. അപ്പം വരും ദിവസങ്ങളെ സൗന്ദര്യം എന്ന് പറയുന്നതിൻ്റെ എല്ലാവരുടെ എപ്പിസോഡ് പ്രമോ റിവ്യൂസും ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.